പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നയന ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ട് തന്നെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാണ്, ഇപ്പം തന്നെ ലേറ്റായി. അപ്പോഴേക്കും ശരി പോളെ പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. ഇതേ സമയത്ത് തന്നെ രേവതി കയ്യിൽ കുറച്ച് തുണികളുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. രേവതി പറയുന്നുണ്ട്, നയന അവിടെ നിൽക്ക്, ഇത് അലക്കിയിട്ട് നീ ഓഫീസിലേക്ക് പോയാൽ മതി. ഇതെൻ്റെ കുറച്ച് സാരികളാണ്, ഇത് അലക്കിയിട്ട് നീ പോയാൽ മതി. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? നിന്നോടല്ലേ ഞാൻ ഈ പറയുന്നത്, നിനക്കെന്താ ചെവി കേൾക്കില്ലേ എന്നൊക്കെ പറയും. പക്ഷേ നയന രേവതിയുടെ വാക്കൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇതും കണ്ടോട് നിൽക്കുന്ന സമയത്തിന് അനാമിക ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ എൻ്റെ അമ്മ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ? എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏട്ടത്തി ഓഫീസിലേക്ക് പോകാൻ നോക്കുകയാണോ? ആദ്യം പോയി എൻ്റെ അമ്മയുടെ തുണിയൊക്കെ വാഷ് ചെയ്യേ, എന്നിട്ട് മതി ഓഫീസിലേക്കൊക്കെ പോകുന്നത് എന്നൊക്കെ പറയും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിൻ്റെ അമ്മയുടെ തുണികളൊക്കെ വാഷ് ചെയ്യണം? എനിക്കേതായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അനാമികയെ. അപ്പം രേവതി പറയുന്നുണ്ട്, അനിയുടെ അമ്മയെന്ന് നോക്കിക്കേ, എത്ര പെട്ടെന്ന് ഈ നയനയുടെ സ്വഭാവം മാറിയത്. ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ സ്വഭാവം അങ്ങ് മാറി. അപ്പോഴേക്കും ഏട്ടത്തിക്ക് എൻ്റെ അമ്മയുടെ സാരി വാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കാട്ടോ അനാമിക. ഇതും കേട്ടുകൊണ്ട് വന്ന് ദേവേനി പറയുന്നുണ്ട്, അതല്ലേ അനാമികയെ നയനെ പറ്റില്ല എന്ന് പറഞ്ഞത്. അനാമികയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ അമ്മയുടെ സാരി നീ തന്നെ അലക്കിയാൽ മതി. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി അഹങ്കാരത്തോടെ സംസാരിച്ചതെല്ലാം തന്നെ വല്യമ്മ കേട്ടില്ലേ? എന്നിട്ട് പോലും വല്യമ്മ എന്തിനാ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ കണ്ണടച്ച് ആരെയും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല അനാമികയെ. നയനയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അവൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് വീട്ടിൽ ഒരു പണിയും ചെയ്യണ്ട എന്നാണോ വല്യമ്മ പറഞ്ഞു വരുന്നത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളി വീട്ടിൽ നിൽക്കുന്ന സമയത്തിന് എല്ലാ ജോലികളും കൃത്യമായിട്ട് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് അനാമിക തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് പോലും നയനമോൾ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് നയനമോൾ ഓഫീസിലേക്ക് പോകുന്നത്. മുത്തശ്ശിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, എൻ്റെ 2 സാരി അലക്കിയെന്ന് വെച്ച് ഇവളുടെ അഭിമാനമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ കൈക്ക് നല്ല വേദനയാണ്. അനാമിക മോളുടെ കയ്യിൻ്റെ സൗന്ദര്യം പോകുന്നത് കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഡ്രസ്സൊന്നും വാഷ് ചെയ്യാറില്ല. അതുകൊണ്ട് നയന തന്നെ ഇത് അലക്കണം, ഇത് അലക്കിയിട്ട് ഓഫീസിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയട്ടെ രേവതി. രേവതിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ദേവേനി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്ത് അധികാരത്തിലാണ് എൻ്റെ മരുമകളോട് ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നത്? നീ ഓർഡർ ചെയ്യുമ്പോൾ അതുപോലെ അങ്ങ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നീ കാശ് കൊടുത്തു വെച്ച വേലക്കാരിയൊന്നല്ല എൻ്റെ മരുമകൾ. നയനയുടെ വീട്ടുകാർക്ക് ഒരു പക്ഷേ കാശില്ലായിരിക്കും, പക്ഷേ അവർക്ക് ആത്മാഭിമാനമുണ്ട്. ദേവേനിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ നയന പറഞ്ഞിട്ട്, അമ്മേ ഇനി ഏതായാലും ഇതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും വേണ്ട, ഈ സാരി വാഷ് ചെയ്യല്ലേ വേണ്ടുള്ളൂ. ഞാൻ ഈ സാരിയെല്ലാം വാഷ് ചെയ്തുകൊണ്ട് അതിനുശേഷം ഓഫീസിലേക്ക് പോയിക്കോളാമെന്ന് പറയാണ് നയന. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന നയനെ, നീ എന്തിനാ ഇവർ പറയുമ്പോഴേക്കും ഇവരുടെ ജോലിയൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്? നീ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നതിനുള്ള മുഴുത്ത അസൂയാണ് ഇവർക്ക് രണ്ടുപേർക്കും. നീ എന്തിനാ ആവശ്യമില്ലാതെ ഇവരോട് സംസാരിച്ച് നിന്റെ എനർജി പോലും വേസ്റ്റ് ആക്കുന്നത്? നീ എത്രയും പെട്ടെന്ന് തന്നെ ആദർശിനൊപ്പം ഓഫീസിലേക്ക് പോവാൻ നോക്കുമോളെ. ദേവേനിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നിട്ട്, നയനെ നീ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് ഇമ്പോർട്ടൻറ്റ് ക്ലയൻസ് എല്ലാം തന്നെ ഓഫീസിലേക്ക് വരുന്ന ദിവസമാണ്. ആ സമയം നീ അനാമികയുടെ അമ്മയുടെ ഡ്രസ്സ് അലക്കാൻ നിന്നാലേ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 100 കോടിയുടെ പ്രൊജക്റ്റാണെന്ന് പറയും. നീ പിന്നെ ഡിസൈൻസ് വരക്കാനുള്ള ഓട്ടത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് വന്ന് നയനയും വിളിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ആദർശ് നയനയും ഓഫീസിലേക്ക് പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ അസൂയ മൂത്തിങ്ങനെ നിൽക്കുമായിരിക്കും അനാമിക. അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അവളുടെ ഒരു ഡിസൈൻ, അവളുടെ ഡിസൈൻ ഒന്നും തന്നെ ക്ലയൻസിന് ഇഷ്ടപ്പെടാതെ അവൾ അങ്ങ് മുഴുത്തു പോട്ടെ, അവളുടെ ഡിസൈനൊന്നും ആർക്കും ഇഷ്ടപ്പെടരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ നയനയെ മനസ്സിൽ ശപിക്കുന്നുണ്ട്. ഇതേ സമയത്തായിരിക്കും നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നവ്യ വന്നിട്ട് ഇങ്ങനെ അനാമികയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ തുണി അലക്കാൻ നയനോട് പറയാൻ മാത്രം നീ വളർന്നോടി? മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശേട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ അനിയത്തി നയന. അതുമാത്രമല്ല മൂർത്തി ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറാണ് നയന, അല്ലാതെ അനാമിക മഹാറാണിയുടെ വേലക്കാരത്തിയൊന്നല്ല എൻ്റെ അനിയത്തി എന്നൊക്കെ പറയട്ടെ നവ്യ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എടി നിന്റെ അനിയത്തി അങ്ങനെ അധിക കാലമൊന്നും ആ ഓഫീസിലേക്ക് പോയിട്ട് ജോലിയൊന്നും ചെയ്യില്ല. അധിക കാലമൊന്നും കഴിയേണ്ട, ഉടനെ തന്നെ അവളുടെ ജോലി തെറിക്കും. എന്നിട്ട് അവളുടെ സ്ഥാനം ഈ അടുക്കളയിൽ തന്നെ ആയിരിക്കും, ഈ വീടിൻ്റെ അടുക്കളയിൽ തന്നെ ആയിരിക്കും അവൾ ഇനി ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അനാമിക അങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുകയാണ്. അപ്പം നവ്യ പറഞ്ഞിട്ട്, അതേടി അത് നമുക്ക് കാണാൻ മതി, ആരാണ് ഇനി ഇവിടെ അടുത്ത് അടുക്കളക്കാരിയാവാൻ പോകുന്നതെന്ന്. നിന്റെ തുണിയൊക്കെ അലക്കാനേ നിന്റെ ജാനകി അമ്മായുണ്ടല്ലോ, അവരോട് പോയി പറ. എൻ്റെ നയന ഏതായാലും നിനക്കതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്ക് കനകദുർഗ ഒത്തിരിയധികം പലഹാരങ്ങൾ നവ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പലഹാരങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. കനകദുർഗയെ കണ്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത്? നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? നീ എന്തെങ്കിലും ഇവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ കനകയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കനകദുർഗ പറയുന്നുണ്ട്, എൻ്റെ മകൾ നവ്യ ഗർഭിണിയാണ്, ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണ്, ഇത് അവൾക്ക് വേണ്ടിയുള്ള കുറച്ച് പലഹാരങ്ങളാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഓ ആ പേരും പറഞ്ഞുകൊണ്ടല്ലേ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത്? കുടില് പോലുള്ള ഒരു വീട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്കല്ലേ നീ നിന്റെ മകളെ കെട്ടിച്ചു വിട്ടേക്കുന്നത്?
നിനക്കിനി ഒരുത്തിയും കൂടി ഉണ്ടല്ലോ കെട്ടിച്ചു വിടാൻ. അവൾ എൻ്റെ അനാമിക മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ മകളുടെ ജീവിതമാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് തട്ടിക്കളിക്കുന്നത്. ഈ അനന്തപുരി തറവാടിൻ്റെ പടി ചവിട്ടാനുള്ള യോഗ്യത പോലും നിനക്കും നിന്റെ മക്കൾക്കുമില്ലടി. രേവതിയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തിനാ അങ്ങനെയൊക്കെ അവരോട് പെരുമാറുന്നത്? അവരവരുടെ മകളെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവരിങ്ങോട്ടേക്ക് വന്നു എന്ന് വിചാരിച്ച് നിനക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ ഈ സ്ത്രീയാണ് നന്ദു എന്ന് പറയുന്നവളെ എൻ്റെ അനിയുമായിട്ട് അടുപ്പിക്കുന്നത്. എൻ്റെ ജീവിതം തകർക്കാൻ കാരണക്കാരിയായവളെ ഈ വീട്ടിലേക്ക് കയറ്റുന്നത് എനിക്കിഷ്ടമല്ല വല്യമ്മേ. ഇവരോട് ഇപ്പം തന്നെ ഇവിടെ നിന്നും പടയിറങ്ങി പോവാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക അങ്ങനെ ദേഷ്യപ്പെടും. അനാമികയുടെ പരിഹാസവും കുത്തുവാക്കുകളെല്ലാം കേട്ടുകൊണ്ട് തന്നെ കനകദുർഗ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം. അതിൻ്റെ പേരിൽ എന്തായാലും ഇവിടെ ഒരു പ്രശ്നമൊന്നും വേണ്ട. ഞാൻ ഇവിടെ നിന്നും പോകുന്നതിൻ്റെ പകരമായിട്ട് ആദർശ് മോൻ്റെ അമ്മ ഈ പലഹാരങ്ങളെല്ലാം തന്നെ എൻ്റെ മോൾ നവ്യക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയട്ടെ കനകം. അങ്ങനെ കനകദുർഗ നേരെ വന്നിട്ട് ആ ഒരു പലഹാര പൊതിയെല്ലാം തന്നെ ദേവേണ്ട കൈകളിലേക്ക് അങ്ങ് കൊടുക്കുന്നത് കണ്ടിട്ട് അനാമികക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് അനാമിക ഓടി വന്ന് ദേവേണ്ട കൈകളിൽ നിന്നും ആ ഒരു പലഹാരമെല്ലാം തന്നെ വാങ്ങിച്ച് പിടിച്ച് വലിച്ച് വാങ്ങിച്ചതിന് ശേഷം അതങ്ങ് താഴേക്ക് വലിച്ചെറിയും. അനാമിക അത് വലിച്ച് പിടിച്ചുകൊണ്ട് തന്നെ താഴേക്ക് ഇട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഓ അവരുടെ ഒരു പലഹാരം എൻ്റെയും മനയുടെയും ജീവിതം തകർത്തുകൊണ്ട് തന്നെ ഇവരാരും അങ്ങനെ സന്തോഷിച്ച് ജീവിക്കണ്ട. നിങ്ങൾ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം തന്നെ ആ നവ്യ കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. അനാമികയുടെ പ്രവൃത്തി കാണുന്ന സമയത്ത് തന്നെ ദേവേനക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എന്ത് വൃത്തികേട് അനാമിക നീ ചെയ്തത്? നയനയുടെ അമ്മ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പലഹാരങ്ങളാണത്. അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നിന്റെ ജീവിതം തകർക്കുന്നത് കനകദുർഗയും നന്ദുവൊന്നുമല്ല. നിന്റെ ജീവിതം തകർക്കുന്നത് നീയും നിന്റെ അമ്മയും തന്നെയാണ്. ആദ്യം നീ നിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ നോക്ക്. ഇതുപോലെയാണ് നിന്റെ പ്രവൃത്തിയെങ്കിൽ ഒരിക്കലും ആരും നിന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല. ആദ്യം ഈ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് നീ നന്നായിട്ട് പെരുമാറാൻ പഠിക്ക്. നീ എൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ പലഹാരങ്ങളുണ്ടല്ലോ അത് ഇപ്പം തന്നെ നീ എടുത്തു വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇനി നീ ദേവേൻ്റെ മറ്റൊരു മുഖമായിരിക്കും കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേൻ ഇങ്ങനെ അനാമികയോട് ദേഷ്യപ്പെടും. എന്നാൽ ദേവേനി വന്ന് അനാമികക്ക് നേരെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് തന്നെ രേവതി വന്നിങ്ങനെ അനാമികയോട് പറയുന്നുണ്ട്, ഇപ്പം ദേവേച്ചി പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്നതാ മോളെ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ആ ദേവേച്ചിയുടെ കയ്യിൻ്റെ പാട് എൻ്റെ മോളുടെ മുഖത്തായിരിക്കും വീഴാൻ പോകുന്നത്. അതെല്ലാം കണ്ട് ആ നയനയും നവ്യയും സന്തോഷിക്കില്ലേ? അതുകൊണ്ട് ഇപ്പം എൻ്റെ മോള് ഇവിടെ താഴ്ന്നു കൊടുക്കുന്നതാ മോളെ നല്ലത്. രേവതി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അനാമികയുടെ ചെവിയിൽ വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട്, തൽക്കാലം വല്യമ്മ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ അനുസരിക്കാം. അനാമിക വന്നിട്ട് ആ ഒരു പലഹാരമെല്ലാം തന്നെ പെറുക്കിയെടുത്ത് കവറിലാക്കിയതിന് ശേഷം ഇതാ നിങ്ങളുടെ പലഹാര പൊതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ടേബിളിൻ്റെ പുറത്തേക്കൊന്ന് കൊണ്ടുവയ്ക്കുകയാണ്. ഇതേ സമയത്തായിരിക്കട്ടെ ഓഫീസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ആദർശും നയനയും തിരിച്ച് അനന്തപുരിയിലേക്ക് കടന്നു വരുന്നത്. അവിടെ വെച്ച് കനകദുർഗയെ കാണുന്ന സമയത്ത് നയനക്ക് ഒത്തിരി സന്തോഷമാവും. ആദർശും നയനയും വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ നയനമോളെ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗ ദേവിയനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നയന കുറേ അധികം സ്വീറ്റ്സുമായിട്ടായിരിക്കട്ടെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, ഇത് ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ എന്താ മോനെ എന്താ കാര്യം എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട്, നയന വരച്ച ഡിസൈൻസ് എല്ലാം തന്നെ ആ ഒരു ക്ലയൻസിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ 100 കോടിയുടെ പ്രൊജക്റ്റാണ് ഇപ്പം നമ്മളുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ആദർശിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോളുടെ ഐശ്വര്യം കണ്ടോ? നയനമോൾ ഓഫീസിലേക്ക് കാലെടുത്ത് വച്ചില്ല, അപ്പോഴേക്കും ഐശ്വര്യം കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ഇനി മുതൽ നയനമോള് ഉയർച്ചയിലേക്കല്ലേ നമ്മുടെ കമ്പനിയെ എത്തിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് കേട്ട് അസൂയ മൂത്തുകൊണ്ട് തന്നെ അനാമിക പറഞ്ഞിട്ട്, ഓ പിന്നെ അത് ഇവള് കാലെടുത്ത് വെച്ചത് കൊണ്ടൊന്നും തന്നെ മുത്തശ്ശ, ഇപ്പം ഞാനാണ് ഈ ഡിസൈൻ ചെയ്തത് എങ്കിൽ ഒരു 500 കോടി രൂപയുടെ പ്രൊജക്റ്റെങ്കിലും ഞാൻ കമ്പനിക്ക് നേടിക്കൊടുത്തേനെ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു നേട്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയൻ എങ്ങനെ പുച്ഛിച്ച് സംസാരിക്കട്ടെ അനാമിക. അപ്പം രേവതിയും അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ എൻ്റെ അനാമിക മോളെ മൂർത്തി ജ്വല്ലറിയിലൊന്ന് കൊണ്ടുപോയി ഇരുത്തി നോക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ മോൾ കമ്പനിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന്. എൻ്റെ വേണുവേട്ടൻ്റെ ബിസിനസ്സുകളെല്ലാം തന്നെ വൻ ലാഭത്തിലേക്ക് എത്തിച്ചത് എൻ്റെ അനാമിക മോളുടെ ഒറ്റ മിടുക്ക് കൊണ്ട് മാത്രമാണ്. എന്നാൽ രേവതി ഇങ്ങനെ കള്ളം തട്ടിവിടുന്ന സമയത്തിന് അനാമികക്ക് വല്ലാത്ത ടെൻഷനാവുന്നുണ്ട്. അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഷോ ഈ അമ്മ എല്ലാം ഓവറാക്കുമെന്നാ തോന്നുന്നത്. ഇതേ സമയത്ത് തന്നെ അവരുടെ വാക്കൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആദർശ് വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആദർശ് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് സ്വീറ്റ് കൊടുക്കുന്ന സമയത്ത് അനാമിക അത് വാങ്ങിക്കുന്നില്ല. അനാമിക പറയുന്നത്, എനിക്കൊന്നും വേണ്ട ഈ സ്വീറ്റ്, ഏട്ടത്തിയല്ലേ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ഈ സ്വീറ്റൊന്നും എനിക്ക് വേണ്ട, എൻ്റെ അമ്മക്കും കൊടുക്കണ്ട, എൻ്റെ അമ്മക്ക് ഷുഗറാണ്.
അങ്ങനെ ആദർശ് എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കുന്ന സമയത്തും അസൂയ മൂത്തുകൊണ്ടതിന് അനാമികയെ രേവതി മാത്രം ആ ഒരു സ്വീറ്റൊന്നും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കട്ടോ. ഇതെല്ലാം കാണുന്ന സമയത്തിന് മുത്തശ്ശന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. എന്നാൽ ഈ ഒരു സന്തോഷ നിമിഷം ഒരിക്കലും പാഴാക്കരുത് എന്ന് വിചാരിച്ച് മാത്രമായിരിക്കട്ടോ മുത്തശ്ശൻ അവരോട് ക്ഷമിക്കുന്നത്. അങ്ങനെ പത്തരമാറ്റ് സീരിയലിന് ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.